കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടെന്ന്. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് കൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാ സിസേറിയനുമായി ആകെ ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാടാ. എന്താ മക്കളെ ചാടി എൻജോയ് ചെയ്താ കേട്ടോ. ആ ശരി. ഡോക്ടർ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിട്ട് അറിയാം പല തരത്തിലുള്ള ഡെലിവറി മെത്തേഡ്സ് ഉണ്ട്. ഏതാണ് ചൂസ് ചെയ്താൽ മതി. ആദ്യത്തത് ഒരു ലേഡി മെത്തേഡ്, എന്റെ വെൽത്ത് വേണമെങ്കിൽ വേറെ പറഞ്ഞുകൊണ്ട്. അടുത്തത് DJ ഗ്രൂവ്, ഇതല്ലെങ്കിൽ ബഞ്ചി ജമ്പിലൂടെ പ്രസവിക്കാം, റോളർ കോസ്റ്ററിൽ ഇരുന്നുകൊണ്ട് പ്രസവിക്കാം. അങ്ങനെ പല രീതിയിൽ എൻജോയ് ചെയ്ത് പ്രസവിക്കാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് ഇവിടെ. ഓപ്പറേഷൻ തിയേറ്ററിലല്ലോ, സിനിമ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ തരികിട ആൾക്കാരെ പറ്റിക്കുന്ന ആശുപത്രികളല്ലേ. ഇവിടെ സിനിമ തിയേറ്റർ ആണുള്ളത്. ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി പ്രസവിക്കാം. ഇത് പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരോടാണ്. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. ഒരു മണ്ടത്തരമല്ലേ മാരാരുടെ മണ്ടയിൽ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ബാക്കിയുള്ളതെല്ലാം തള്ളുകളല്ലേ. ഒരു മണ്ടത്തരമല്ലേ മാരാരുടെ മണ്ടയിൽ ബാക്കിയുള്ളതെല്ലാം തള്ളുകളല്ലേ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയും. കല്ലുവച്ച നുണ പറയാൻ കോൺഫിഡൻസ് ഉള്ളവനാ. പ്രസവക്കാര്യം പറയാനൊക്കെ അറിവുള്ളവനാണ്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. മീനാല് വോട്ടിന് കഴിയും മാറാരേ. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. അതു കഴിഞ്ഞാൽ ചീത്ത പേരെങ്ങനെ മാറ്റിയിടും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കുനുകുനി നിൻ ചെറുമുതുകിൽ ഇടികൾ വീഴുമേ. നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായത്തൊന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞകണ്ട. ഇങ്ങനെ മണ്ടത്തരമൊക്കെ പറയുമ്പോൾ ആലോചിക്കണ്ടേ. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. കറക്റ്റ്.